പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവരെയും ദൈവവചന ധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് കർത്താവിൻ്റെ തിരുവചനം നമുക്ക് ധ്യാനിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 3-ാം തിരുവചനത്തിൽ ഈശോ പറയുന്നുണ്ട്, ഒരുവൻ വീണ്ടും ജനിക്കുന്നില്ല എങ്കിൽ അവന് ദൈവരാജ്യം കാണാൻ സാധിക്കുകയില്ല, കഴിയുകയില്ല എന്ന് പറയുമ്പോൾ 4-ാമത്തെ തിരുവചനത്തിൽ നിക്കോദെമോസ് തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. പ്രായമായ മനുഷ്യന് ഇതെങ്ങനെ സാധിക്കും? അമ്മയുടെ ഉദരത്തിൽ വീണ്ടും പ്രവേശിച്ച് അവന് ജനിക്കാൻ കഴിയുമോ എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. നിക്കോദെമോസ് ചോദിച്ചത് ശരിയാണ്. ഞാൻ പ്രായമുള്ളൊരു മനുഷ്യനാണ്, ഇനി എങ്ങനെയാണ് ഞാനും ഇനി അമ്മയുടെ ഉദരത്തിൽ പ്രവേശിച്ച് വീണ്ടും ജനിക്കുന്നത്? അത് പുള്ളി മാനുഷികമായ രീതിയിലൊന്ന് ചിന്തിച്ച് ചോദിച്ച ചോദ്യമാണ്. എന്നാൽ ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും, ഇവിടെ 5-ാമത്തെ തിരുവചനത്തിൽ യേശു പ്രതികരിക്കുകയാണ്. അവിടെയും പറയുകയാണ്, സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. ഇത് യേശു പറഞ്ഞ കാര്യമാണ്. ജലത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ അവന് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാൻ സാധ്യമല്ല എന്ന് 100% ദൈവം പറഞ്ഞ കാര്യമാണിത്. ഇനി വേറെ ഏതെങ്കിലും മനുഷ്യന് കുഴപ്പമില്ല, അങ്ങ് കയറാം, അങ്ങനെ അന്നൊന്ന് വിശ്വസിച്ചാൽ മതി, മാമോദീസ സ്വീകരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, വെള്ളമൊന്നും ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഞാൻ ഹൃദയത്തിൽ അങ്ങ് വിശ്വസിച്ചുകൊണ്ടാണ് നടക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് കയറാമെന്ന് ആരും വിചാരിക്കേണ്ട. ഇത് കർത്താവ് ഈശോ മിശിഹ പറഞ്ഞതാണ്. 2 പ്രാവശ്യം പറയുന്നത്. സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു. ഈ പറയുന്ന വചനത്തെ വളച്ചൊടിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവനാണ്. കർത്താവ് ഈശോ മിശിഹ പറഞ്ഞ ഈ വചനത്തെ ഏത് വ്യക്തി വളച്ചൊടിക്കുന്നുവോ അവൻ ശപിക്കപ്പെട്ടവനാണെന്ന് വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ ആ വാക്ക് പറഞ്ഞതിൻ്റെ പേരിലാണ് പറയുന്നത്. ഈ വാക്ക് അവൻ ശപിക്കപ്പെട്ടവനാണെന്ന് വിശുദ്ധ ഗ്രന്ഥം. വചനം വളച്ചൊടിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. ഗലാത്യക്കാർക്ക് ലേഖനത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ പ്രസംഗിച്ച ഈ സുവിശേഷം ഞങ്ങൾ തന്നെയോ സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ ഇറങ്ങി വന്ന് പ്രസംഗിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. ഞങ്ങൾ പ്രസംഗിച്ച ഈ പ്രസംഗത്തിൽ നിന്നും വ്യത്യസ്തമായ ഒരു സുവിശേഷം, അതാണ് ഞങ്ങൾ പ്രസംഗിച്ച ഈ പ്രസംഗത്തിൽ നിന്നും വ്യത്യസ്തമായ ഒരു സുവിശേഷം വേറൊരുത്തം വന്ന് പ്രസംഗിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവനാണെന്ന് ഗ്രന്ഥം പഠിപ്പിക്കുന്നത്. അപ്പം അങ്ങനെയാണ് വചനം അതിനിങ്ങനെ പറഞ്ഞാൽ മതി, വചനം വളച്ചൊടിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാണ് ആരായാലും. അപ്പം ഇവിടെ കർത്താവ് പറയുകയാണ്, ഞാൻ നിന്നോട് പറയുന്നു, ജലത്താലും ആത്മാവിനാലും. എന്താ ജലം? പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രതീകവും കൂടി കേട്ടോ. നമുക്കത് പിന്നീട് പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകങ്ങളുമായിട്ടൊന്ന് ചിന്തിക്കാം. അന്നേരം നമുക്ക് ഈ മേഖലയെ പറ്റി നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ ജലമൊഴിച്ചാണ് സ്നാപയോഹന്നാൻ സ്നാനം കൊടുത്തത്. ജോർദാൻ നദിയിൽ വെച്ച് 2 ഉടുപ്പുള്ളവനൊന്നും ഇല്ലാത്തവന് കൊടുക്കട്ടെ, അന്യായമായി മറ്റുള്ളവരെ പിടിച്ചെടുക്കുന്നവൻ ആ പരിപാടി നിർത്തണം എന്നൊക്കെ പറഞ്ഞ് സുവിശേഷം പ്രസംഗിക്കുന്ന, മാനസാന്തരത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ച സ്നാപയോഹന്നാൻ കൊടുത്തത് വെള്ളം കൊണ്ടാണ്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ ആ സാഹചര്യത്തിൻ്റെ അധികാരിയായ സ്നാപയോഹന്നാൻ്റെ മുമ്പിൽ പോയി ശിരസ്സ് നമിച്ച് നിൽക്കുന്നു. അവിടെയും വെള്ളം ഒഴിക്കുന്നുണ്ട്. പിന്നീട് ഉള്ള കാലഘട്ടത്തിലേക്ക്, പിന്നെ ചരിത്രത്തിലേക്ക് ഞാൻ വന്നു കഴിഞ്ഞാൽ സഭയുടെ പാരമ്പര്യത്തിലെല്ലാം ജലസ്നാനം, വെള്ളത്തിലൂടെ മാമോദിസ കൊടുക്കുന്നു. ഇന്ന് സഭയിലും അത് തന്നെയാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഒരു വ്യക്തിക്ക് സ്നാനം കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ പറയുകയാണ്, ഒരുവൻ ജലത്താലും എന്ന് പറഞ്ഞാൽ മാമോദിസ എന്ന കൂദാശയാലും അതുപോലെ തന്നെ ആത്മാവിനാൽ എന്ന് പറഞ്ഞാൽ സ്ഥൈര്യലേപനം എന്ന കൂദാശയാലും വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ, കണ്ടോ, ഈ 2 കൂദാശ പരമപ്രധാനമായിട്ട് ഇപ്പം ബൈബിൾ തന്നെ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഒന്ന് മാമോദിസ എന്ന കൂദാശയും 2 സ്ഥൈര്യലേപനം എന്ന കൂദാശ. അതാണ് പരിശുദ്ധാത്മാവിനാലുള്ള വീണ്ടും ആ ഉറപ്പീര്, പരിശുദ്ധാത്മാവിൻ്റെ ശക്തീകരണത്തിൻ്റെ കൂദാശ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തീകരണം. അപ്പോൾ 1 ജലത്താൽ, 2 ആത്മാവിനാൽ.
ഈശോ പറയാണ്, സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ജലത്താലും ആത്മാവിനാലും ഒരുവൻ വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ അവന് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. സാധിക്കുമെന്നാണോ? പലരും ഒരു കാലഘട്ടം മുമ്പ് ചിലരൊക്കെ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ പറയായിരുന്നു, മാമോദിസ സ്വീകരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അങ്ങ് വിശ്വസിച്ചാൽ മതി. തെറ്റ്. വിശ്വസിക്കണം, വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കണം. പ്രായമായ ഒരു വ്യക്തിയെ സംബന്ധിച്ച് വിശ്വസിച്ച് വേണം സ്നാനം സ്വീകരിക്കാൻ. അതുകൊണ്ടാണ് സഭയിൽ ഒരു കുഞ്ഞിനെ മാമോദിസ മുക്കാനായിട്ട് കൊണ്ടുവരുമ്പോൾ ആ കുഞ്ഞിൻ്റെ തലതൊട്ടപ്പനോടും തലതൊട്ടമ്മയോടുമാണ് വിശ്വാസ പ്രമാണം ചോദിക്കുന്നത്. ഈ കുഞ്ഞിന് വേണ്ടിയിട്ട് വിശ്വാസം ഏറ്റുപറയുന്നത് തലതൊട്ടപ്പനും തലതൊട്ടമ്മയുമാണ്, അല്ലാതെ മറ്റാരുമല്ല. ഈ തലതൊട്ടപ്പനും തലതൊട്ടമ്മയും ആ കുഞ്ഞിനെ വിശ്വാസത്തിൽ വളർത്താൻ വേണ്ടിയിട്ടുള്ള ഗോഡ് പേരൻ്റാണ്. ഗോഡ് പേരൻ്റ് എന്നാണ് അവരെ പറയുന്നത്, തലതൊട്ടപ്പൻ തലതൊട്ടമ്മ. ആ കുഞ്ഞിനെ വിശ്വാസത്തിൽ വളർത്തേണ്ട ഉത്തരവാദിത്തം അവർക്കുണ്ട്. പക്ഷേ ഇന്ന് പല തലതൊട്ടപ്പനെയും പല തലതൊട്ടമ്മയും കാണണമെങ്കിൽ അന്നത്തെ ആ പരിപാടിയും കഴിഞ്ഞിട്ട് അവരവരുടെ വഴിക്ക് പോകും. പിന്നെ അവരെ കാണാൻ പറ്റത്തില്ല. പിന്നെ മാമോദിസ മുങ്ങിയ വ്യക്തിക്കും അല്ലെങ്കിൽ ആ തലതൊട്ടപ്പനോ വേണ്ട ഒരു ബന്ധവുമില്ല. ഇങ്ങനെ ഒരാളുണ്ടോ അതുപോലും അറിയത്തില്ല. അതുപോലും പറഞ്ഞു കൊടുക്കാതെയാണ് തലതൊട്ടപ്പൻ്റെ സ്ഥാനത്ത് ഓരോരുത്തരെ കയറ്റി നിർത്തുന്നത്. അപ്പം തലതൊട്ടപ്പനുള്ള ഉത്തരവാദിത്തമുണ്ട് ഈ വ്യക്തിയെ ആത്മീയമായിട്ട് വളർത്തുക എന്നത്. അതുകൊണ്ട് ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് വിശ്വാസം ഏറ്റു പറയുന്നത് ഈ തലതൊട്ടപ്പനാണ്. അതുകൊണ്ടാണ് പിന്നീടുള്ള ഓരോ ദുഃഖ ശനിയാഴ്ചകളും ആ മാമോദിസ വ്രതം സഭ വീണ്ടും വീണ്ടും നവീകരിക്കുമ്പോൾ ആ വിശ്വാസ പ്രമാണം അവരെ കൊണ്ട് ചെല്ലിക്കുക. കുഞ്ഞ് വളർന്നു വരുന്നതിനനുസരിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി 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 ആ വിശ്വാസത്തിലേക്ക് അത് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ വചനം പറയുകയാണ്, ആത്മാവിനാൽ ജലത്താൽ മാമോദിസ എന്ന കൂദാശ, പരിശുദ്ധാത്മാവിനാൽ കൈവെപ്പ് ശുശ്രൂഷ. അതാണ് കൈവെപ്പ് ശുശ്രൂഷ, പരിശുദ്ധാത്മാവിനുള്ള ശുശ്രൂഷ. വീണ്ടും ജനിക്കുന്നില്ല എങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. ഇത് അസാധ്യമായ കാര്യം. അതുകൊണ്ട് ആരെങ്കിലും മാമോദിസ സ്വീകരിക്കാതെയൊക്കെ ജീവിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ മാമോദിസ സ്വീകരിച്ച് സ്ഥൈര്യലേപനം സ്വീകരിച്ച് കർത്താവിൻ്റെ മകനായി മകളായി മാറുവാൻ വേണ്ടി നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി ത്രിത്വൈക ദൈവമേ, തിരുവചനത്തിലൂടെ സംസാരിച്ച കർത്താവെ നന്ദി പറയുന്നു. കർത്താവെ, മാമോദിസ എന്ന കൂദാശയിലൂടെയും സ്ഥൈര്യലേപനം എന്ന കൂദാശയിലൂടെയുമാണല്ലോ നിത്യജീവനിൽ ഞങ്ങൾ പങ്കാളികളായി മാറ്റപ്പെടുന്നത്. അതിന് തടസ്സം നിൽക്കുന്ന എല്ലാ തടസ്സമുള്ള മക്കളിൽ നിന്ന് എടുത്തു മാറ്റണമേ. കർത്താവെ, സ്വീകരിച്ച കൂദാശയുടെ മഹത്വം മനസ്സിലാക്കി ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ, അഭിഷേകം ചെയ്യണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.